ഹായ്, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബുദ്ധിസം ജെനിസത്തെ പറ്റി പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മതമായ സിഖ് മതത്തെ പറ്റി സിഖ് മതത്തെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഖ് മതത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം സിഖ് മതത്തിലെ ഗുരുക്കന്മാർ. അപ്പോൾ നമ്മൾ ജൈനമതത്തിലും ബുദ്ധമതത്തിലും അങ്ങനെ ഉണ്ടല്ലേ, ബുദ്ധമതത്തിലെ ഗുരു എന്ന് പറയുമ്പോൾ അത് ബുദ്ധനാണെങ്കിൽ ജൈനമതത്തിൽ വന്നപ്പോൾ അത് തീർത്ഥങ്കരന്മാരെന്നായിരുന്നു അവിടുത്തെ ഗുരുക്കന്മാർ, ടീച്ചർമാർ അറിയപ്പെട്ടത്. മൊത്തം 24 തീർത്ഥങ്കരന്മാരെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അതുപോലെയാണ് ഈ സിഖ് മതത്തിൽ വരുമ്പോഴും സിഖ് മതത്തിൽ 10 ഗുരുക്കന്മാരാണ് ജീവിച്ചിരുന്നത്. സിഖ് മതത്തിൽ എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു? 10 ഗുരുക്കന്മാരാണ് സിഖ് മതത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ ഗുരു സിഖ് മതത്തിന്റെ സ്ഥാപകൻ ആരാണെന്നറിയൂ? അത് ഗുരു നാനാക്കാണ്. നമ്മുടെ ഗുരു നാനാക്കാണ് സിഖ് മത സ്ഥാപകൻ, ഫൗണ്ടർ ഓഫ് സിഖിസം. സിഖ് മതത്തിന്റെ സ്ഥാപകൻ ആരാൻ ചോദിച്ചാൽ ആരാണ്? അത് ഗുരു നാനാക്കാണ് കേട്ടോ. ഗുരു നാനാക്കിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനിലെ, ഇന്നത്തെ പാകിസ്ഥാനിലെ നമ്മുടെ താൽവണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. താൽവണ്ടിയിലാണ് ആരുടെ ജന്മസ്ഥലം? നമ്മുടെ ഗുരു നാനാക്കിന്റെ ജന്മസ്ഥലം വരുന്നത്. ഇന്ന് പാകിസ്ഥാനിലാണ് ഈ പ്രദേശം. അതുപോലെ നമ്മുടെ ഗുരു നാനാക്ക് ജനിച്ചത് നമ്മുടെ ശകവർഷത്തിലെ തന്നെ കാർത്തിക മാസത്തിലെ കാർത്തികയിലെ പൂർണിമയിലാണ് ആരുടെ ജന്മദിനം? ഗുരുനാനാക്കിന്റെ ജന്മദിനം. ഇവിടെ ശകവർഷത്തിലെ തന്നെ കാർത്തിക മാസത്തിലെ പൂർണിമ നാളിലാണ് ആര് ജനിച്ചത്? ഗുരുനാനാക്ക് ജനിച്ചത്. ഗുരുനാനാക്കാണ് സിഖ് മതത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സിഖ് മതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലാംഗർ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ ലാംഗർ കിച്ചൺ എന്താണെന്ന് വെച്ചാൽ ജാതിയോ മതമോ ലിംഗവിവേചനമോ ഒന്നുമില്ലാതെ, അത് കാസ്റ്റോ റിലീജിയനോ ജെൻഡർ ഏജോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ഒത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കോമൺ കിച്ചൺ. എൻ്റെ പേരാണ് ലാംഗർ എന്ന് പറഞ്ഞു. ലാംഗർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ കിച്ചൺ, സിഖ് മതത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ കിച്ചനാണ് ലാംഗർ എന്ന് പറയും. ആ ലാംഗർ കിച്ചന് തുടക്കമിട്ടത് ആരുടെ സമയത്താ? ഗുരുനാനാക്കിന്റെ സമയത്താണ്. ഗുരുനാനാക്കാണ് ലാംഗർ കിച്ചൻ തുടക്കം ഇട്ടത്. അദ്ദേഹമാണ് സിഖ് മതത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അദ്ദേഹത്തിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുവാണ് ഗുരു അംഗദ് എന്ന് പറയും. ഗുരു അംഗദ് വളരെ പ്രധാനപ്പെട്ട ഒരു സിഖ് ഗുരുവായിരുന്നു ഗുരു അംഗദ്. അംഗദാണ് സിഖ് മതക്കാരുടെ സ്ക്രിപ്റ്റായ ഗുരുമുഖി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കമ്പോസ് ചെയ്തത്. ഒരു പ്രീവിയസ് ഒരു ചോദ്യമാണ്, ആരാണ് ഗുരുമുഖി സ്ക്രിപ്റ്റ് കമ്പോസ് ചെയ്തത്? ഗുരുമുഖി സ്ക്രിപ്റ്റ് കമ്പോസ്ഡ് ബൈ ഗുരു അംഗദ്. ഗുരു അംഗദാണ് ഗുരുമുഖി സ്ക്രിപ്റ്റ് കമ്പോസ് ചെയ്യുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ലിപിയാണ് ഗുരുമുഖി. അത് കമ്പോസ് ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഗുരു അംഗദാണ്. അതുപോലെ അടുത്തൊരു ഗുരുവിന്റെ പേരാണ് ഗുരു രാംദാസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് ഗുരു രാംദാസ്. 4ാമത്തെ സിഖ് ഗുരുവാണ് ആര്? ഗുരു രാംദാസ്. ഗുരു രാംദാസ് ആണ് സിഖ് മതക്കാരുടെ ഹോളി സിറ്റിയായ അമൃത്സറിന്റെ ഫൗണ്ടേഷൻ ഇട്ടത് കേട്ടാ. അത് അമൃത്സറിന്റെ തറക്കല്ല് ഇട്ടത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് കേട്ടാ. ഈ രാംദാസിന് ഈ അമൃത്സർ സിറ്റി, ഈ അമൃത്സർ സ്ഥലം അന്ന് കൊടുത്തത് നമ്മുടെ മുഗൾ റൂളറായ അക്ബറാണ് അമൃത്സർ എന്ന സ്ഥലം ആർക്ക് നൽകുന്നത്? ഗുരു രാംദാസിന് നൽകിയത്. അപ്പൊ നമുക്കറിയാം അമൃത്സറാണ് ഈ സിഖ് മതക്കാരുടെ ഹോളി സിറ്റി അല്ലെ, സിഖ് മത വിഭാഗക്കാരുടെ പുണ്യ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? അമൃത്സറാണ്. ആ അമൃത്സറിലെ നമ്മുടെ അമൃത്സർ സിറ്റി ബിൽഡ് ചെയ്ത് ആരുടെ സമയത്താണ്? ഗുരു രാംദാസിന്റെ സമയത്താണ് അതിന്റെ തറക്കല്ല്, ആ സ്ഥലത്തിന്റെ തറക്കല്ല് ഇടുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥലം, അമൃത്സർ സ്ഥലം അന്ന് നൽകിയത് മുഗൾ റൂളറായ ആരാണ്? നമ്മുടെ അക്ബറാണ് ആ പ്രദേശം അവർക്ക് കൈമാറിയത്. ഓക്കെ, ദെൻ അടുത്ത സിഖ് ഗുരു നമ്മുടെ 5ാമത്തെ ഗുരു. വളരെ ഇമ്പോർട്ടന്റ് സിഖ് ഗുരുവാണ് ഈ 5ാമത്തെ ഗുരു. 5th ഗുരു ആരാണ്? ഗുരു അർജൻ ദേവ് കേട്ടോ. ഗുരു അർജൻ ദേവ് ആണ് 5ാമത്തെ
സിക്കു. ഇതിൽ അർജൻ നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, അഞ്ചാനം നോക്കിയാൽ മതി. ചോദിക്കും അർജൻ എത്രാമത്തെ ഗുരു? അർജൻ അഞ്ചാൻ, അർജൻ അല്ലെങ്കിൽ അർജുൻ എന്നും പറയും കേട്ടോ. അർജൻ ദേവ് എത്രാമത്തെയാണ്? അഞ്ചാമത്തെ സിഖ് ഗുരുവാണ് ആര്? അർജൻ ദേവ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹമാണ് നമ്മുടെ അമൃത്സറിലെ, അമൃത്സർ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ടെമ്പിളാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം. അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പേരാണ് ഹർ മന്ദിർ അല്ലേ, നമ്മുടെ ഹർ മന്ദിർ അഥവാ ഗോൾഡൻ ടെമ്പിൾ. അത് കെട്ടിയത് അഞ്ചാമത്തെ ഈ ഗുരുവാണ് കേട്ടോ. അഞ്ചാമത്തെ അർജൻ ദേവാണ് ഏത് ക്ഷേത്രം നിർമ്മിച്ചത്? നമ്മുടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ കേട്ടോ. അമൃത്സറിലെ ഗോൾഡൻ സുവർണ ക്ഷേത്രം നിർമ്മിച്ചത് ആരും ചോദിച്ചാൽ ആരാണ്? അത് അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജൻ ദേവാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ അർജൻ ദേവാണ് സിഖ് മതക്കാരുടെ ഹോളി ബുക്ക്. നമ്മൾ നേരത്തെ ബുദ്ധമതക്കാർക്ക് പഠിച്ചു ഹോളി ബുക്ക് ഏതാ? ത്രിപീഡിക. ജൈനമതക്കാർക്ക് പഠിച്ചു അംഗംസ്. അതുപോലെ സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം ഗുരു ഗ്രന്ഥ് കേട്ടാ. ഏതാണ്? ഗുരു ഗ്രന്ഥ് അഥവാ ആദി ഗ്രന്ഥം എന്നും പറയും. ഗുരു ഗ്രന്ഥ് അഥവാ ആദി ഗ്രന്ഥ് എന്താണ്? സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം. സിഖ് മതക്കാരുടെ ഹോളി ബുക്കാണ് ഏത്? ആദി ഗ്രന്ഥ് അഥവാ ഗുരു ഗ്രന്ഥ്. അത് കമ്പൈൽ ചെയ്ത വ്യക്തി, അത് തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ അർജൻ ദേവാണ്. പക്ഷേ ഈ ബുക്കിൽ പറയുന്ന നമ്മുടെ ഈ ആദി ഗ്രന്ഥില്ലേ, സിഖ് മതയുടെ ഈ പുണ്യഗ്രന്ഥം, ഇത് തയ്യാറാക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റ് നമ്മുടെ ഗുരുമുഖി സ്ക്രിപ്റ്റാണ്. നമ്മുടെ ഗുരുമുഖി സ്ക്രിപ്റ്റ് വെച്ചാണ് ഇതെന്ത് തയ്യാറാക്കിയിട്ടുള്ളത്? ഈ ആദി ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗുരുമുഖി സ്ക്രിപ്റ്റ് കമ്പോസ് ചെയ്തത് അഞ്ചാമത്തെ ഗുരുവാണോ? അല്ല. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണല്ലേ, നമ്മുടെ അംഗദ്, ഗുരു അംഗദാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്, ഈ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് അല്ലേ. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ആദി ഗ്രന്ഥ് ചെയ്തത് ആരാ? ആദി ഗ്രന്ഥം എഴുതിയത് ആരാണ്? അർജൻ ദേവ്. അർജൻ ദേവാണ്. അപ്പൊ അർജൻ ദേവാണ് ഹോളി ബുക്കും ഹോളി ടെമ്പിളും ഉണ്ടാക്കിയത് അല്ലേ. ഹോളി ബുക്കായ ആദി ഗ്രന്ഥും ഹോളി ടെമ്പിളായ ഗോൾഡൻ ടെമ്പിൾ അഥവാ ഹർ മന്ദിർ നിർമ്മിച്ചത് ആരാണ്? അഞ്ചാമത്തെ ഗുരുവായ ആരാണ്? ഗുരു അർജൻ ദേവാണ് നിർമ്മിച്ചത്. ഓക്കെ. ദെൻ അടുത്ത ഗുരു, ഗുരു തേജ് ബഹദൂർ. ആരാണ്? ഗുരു തേജ് ബഹദൂർ. ഓർത്തിരിക്കേണ്ട ഒരു ഗുരുവാണ് തേജ് ബഹദൂർ. ആക്ച്വലി ഈ അർജൻ ദേവും തേജ് ബഹദൂറും നമുക്കൊരു വേറൊരു പോയിന്റ് ഓഫ് സെറ്റ് ഓഫ് ആൻസർ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സിഖ് ഗുരുക്കന്മാർ, ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടവരാണ്. ഇവർ രണ്ടുപേരെയും രണ്ട് വ്യക്തികൾ കൊന്നതാണ്. ആരെയൊക്കെ? അഞ്ചാമത്തെ ഗുരുവായ അർജൻ ദേവനെയും ഒമ്പതാമത്തെ ഗുരുവായ തേജ് ബഹദൂറിനെയും. ഇവർ രണ്ടുപേരെ കൊന്നത് രണ്ട് മുഗൾ റൂളേഴ്സാണ്. രണ്ട് മുഗൾ റൂളറുകളാണ് ഇവരെ കൊന്നത്. ആരൊക്കെയെന്നറിയോ? അർജൻ ദേവനെ കൊന്നത്, അഞ്ചാമത്തെ ഗുരുവായ അർജൻ ദേവനെ കൊന്നത് നമ്മുടെ അക്ബറിന്റെ മകനായ ജഹാംഗീർ ആണ് കേട്ടാ. അത് മുഗൾ റൂളർ അല്ലേ. മുഗൾ വംശത്തിലെ ഏറ്റവും ഫേമസ് ആയ ജഹാംഗീർ ആണ് ആരെ കൊന്നത്? അർജൻ ദേവനെ. അഞ്ചാമത്തെ ഗുരുവായ അർജൻ ദേവനെ കൊന്നത്, വധിച്ച മുഗൾ റൂളർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജഹാംഗീറും. എന്നാൽ ഒൻപതാമത്തെ സിഖ് ഗുരു പേരെന്താ? ഗുരു തേജ് ബഹദൂറിനെ കൊന്ന മുഗൾ റൂളർ ആരെന്ന് ചോദിച്ചാൽ അത് ഔറംഗസീബുമാണ് കേട്ടാ. അപ്പൊ രണ്ട് സിഖ് ഗുരുക്കന്മാരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട രണ്ടും ആരുടെ കൈകൾ കൊണ്ടാ? രണ്ട് മുഗൾ റൂളേഴ്സിന്റെ കൈകൾ കൊണ്ടാണ്. ആരൊക്കെ കൊല്ലപ്പെട്ടത്? അഞ്ചാമത്തെ ഗുരു ആര്? അർജൻ ദേവ്. അർജൻ ദേവിനെ കൊന്നത് ആരാണ്? ജഹാംഗീറും. ഒമ്പതാമത്തെ സിഖ് ഗുരു ആര്? ഗുരു തേജ് ബഹദൂർ. തേജ് ബഹദൂറിനെ കൊന്നത് ആരാണ്? തേജ് ബഹദൂറിനെ കൊന്നത് ആരാണ്? ഔറംഗസീബുമാണ്. ഔറംഗസീബാണ് തേജ് ബഹദൂറിനെ വധിച്ചത്. ഒമ്പതാമത്തെ സിഖ് ഗുരുവാണ് ആര്? തേജ് ബഹദൂർ. മൊത്തം എത്ര ഉണ്ടെന്നാ പറഞ്ഞ? 10. അവസാനത്തെ പത്താമത്തെ ഗുരു, പത്താമത്തെ ഗുരുവിന്റെ പേരാണ് ലാസ്റ്റ് ഗുരു ആര്? ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ് ആണ് പത്താമത്തെ ഗുരു. പത്താമത്തെ ഗുരു ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഗോബിന്ദ് സിംഗ് ആണ് പത്താമത്തെ ഗുരു കേട്ടാ. ആക്ച്വലി 11ാമത്തെ ഗുരു എന്ന് എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം, ആരാണ് സിഖ് മതത്തിന്റെ 11ാമത്തെ ഗുരുവായിട്ട് കണക്കാക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞതാണ് ഗുരു നാനാക്ക് മുതൽ ഗുരു ഗോബിന്ദ് സിംഗ് വരെ 10 പേര്. ഈ 10 പേരാണ് മനുഷ്യരായിട്ടുള്ളത് കേട്ടാ.
കാരണം ഈ അവസാനത്തെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിന്റെ മരണത്തിന് ശേഷം, ഗോബിന്ദ് സിംഗിന്റെ മരണത്തിന് മുമ്പ് തൊട്ടും അദ്ദേഹം പറയും, ഇനി നിങ്ങളുടെ ഗുരു, അത് 11ാമത്തെ ഗുരു എന്ന് പറയുന്നത് അവരുടെ പുണ്യഗ്രന്ഥമാണ്. എന്ന് പറയുമ്പോൾ ഏതാ? ഈ ഗുരുഗ്രന്ഥ് സാഹിബ, അത് ആദ്യ ഗ്രന്ഥ് കേട്ടാ. 11ാമത്തെ സിഖ് ഗുരു ആരെന്ന് എടുത്ത് ചോദിച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 11ാമത്തെ ഗുരു ഒരു മനുഷ്യനല്ല. അതെന്താണ്? അവരുടെ തന്നെ പുണ്യഗ്രന്ഥം, അവരുടെ പുണ്യഗ്രന്ഥമായ ഏത് ബുക്കാണ്? ആദ്യ ഗ്രന്ഥ് അഥവാ ഗുരുഗ്രന്ഥ് സാഹിബാണ് അവരുടെ എന്ത് ബുക്ക്? അവരുടെ ഹോളി ബുക്ക്. അതാണ് അവരുടെ 11ാമത്തെ ഗുരുവായി എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫൗണ്ടർ മറക്കല്ല് ആരാണ്? ഗുരു നാനാക്കാണ്. അവസാനത്തെ ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ്. നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്മുടെ ഗുരു അംഗദ്, ഗുരുമുഖി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ അംഗദ്, അതുപോലെ തന്നെ അത് വെച്ച് ഹോളി ബുക്കായ ആദ്യ ഗ്രന്ഥം എഴുതിയ അർജൻ ദേവ്, കൊല്ലപ്പെട്ടവർ അർജൻ ദേവും അതുപോലെ തന്നെ തേജ് ബഹദൂറും, ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പോയിന്റ്സുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് സിഖ് ഗുരു കമ്പൈൽഡ് ആദ്യ ഗ്രന്ഥ്? അല്ലേ, സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥമായ ആദ്യ ഗ്രന്ഥ് കമ്പൈൽ ചെയ്ത ഗുരു ആരാണ്? യെസ്, ആദ്യ ഗ്രന്ഥം തയ്യാറാക്കിയത് ഗുരു അർജൻ ദേവ് ആണ്. അല്ലേ, ഗുരു അർജൻ ദേവ് ആണ് ഏത് തയ്യാറാക്കിയത്? ആദ്യ ഗ്രന്ഥ്. ഇതിപ്പം ഗുരു രാംദാസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് നോക്കിയേനെ? രാംദാസ് എവിടെയാടാ? നമ്മുടെ അമൃത്സർ അല്ലേ. അപ്പോൾ അംഗദ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, ഗുരു അംഗദ് ആയിരുന്നെങ്കിൽ ഗുരുമുഖി സ്ക്രിപ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യായിരുന്നു? നോക്കായിരുന്നു അല്ലേ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യ ഗ്രന്ഥം എഴുതിയത് ആരാണ്? സോ നമുക്കറിയാം ആദ്യ ഗ്രന്ഥം എഴുതിയത് ആരാണ്? അർജൻ ദേവ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിഖ് ഗുരു എക്സിക്യൂട്ടഡ് ബൈ ഔറംഗസീബ്? ഔറംഗസീബ് കൊന്ന സിഖ് ഗുരു ആരാണ്? എത്രാമത്തെ? 9ാമത്തെ. ആരാ 9ാമത്തെ? 9th സിഖ് ഗുരു ആര്? ഗുരു തേജ് ബഹദൂർ അല്ലേ. ഗുരു തേജ് ബഹദൂർ ആണ് 9ാമത്തെ സിഖ് ഗുരു. അദ്ദേഹത്തെ വധിച്ചത് 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ വധിച്ച മുഗൾ റൂളർ ആരാണ്? ഔറംഗസീബാണ്. ഔറംഗസീബാണ് 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ വധിച്ചത് അല്ലേ. ഓക്കെ, ഇതിലിപ്പം 5ാമത്തെ സിഖ് ഗുരുവാണ് ആര്? നമ്മുടെ അർജൻ ദേവ്. പക്ഷെ പുള്ളിയെ വധിച്ചത് ആരാ? അത് ജഹാംഗീർ ആയിരുന്നു അല്ലേ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ജഹാംഗീർ ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ആരായിരുന്നു തന്നെ? അർജൻ ദേവ് ആയേനെ. പക്ഷെ ഔറംഗസീബ് കൊന്നത് ആരെയും ചോദിച്ചാൽ ആരാണ്? തേജ് ബഹദൂറിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ ക്വസ്റ്റ്യൻ? ഗുരുഗ്രന്ഥ സാഹിബ് വാസ് റിട്ടൺ ഡാഷ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് അല്ലേടാ, സ്ക്രിപ്റ്റ്. സിഖ് മതം ആദ്യ ഗ്രന്ഥ് എന്നൊക്കെ ചോദിച്ച നമ്മുടെ മനസ്സിൽ പറഞ്ഞ സ്ക്രിപ്റ്റ് ഗുരുമുഖി സ്ക്രിപ്റ്റ് അല്ലെ. ഗുരു അംഗദ് അല്ലെ. ഗുരു അംഗദാണ് ഇതെന്ത് തയ്യാറാക്കിയത്? ഈ ഒരു സ്ക്രിപ്റ്റ് കമ്പോസ് ചെയ്തത്. പക്ഷെ ആ കമ്പോസ് വെച്ചുള്ള സ്ക്രിപ്റ്റ് വെച്ച് ഗുരുഗ്രന്ഥ സാഹിബ് എഴുതിയത് ആര്? അർജനും അല്ലെ. അർജൻ ദേവ് ആണ് എന്തെഴുതിയത്? ആദ്യ ഗ്രന്ഥം എഴുതിയത്. പക്ഷെ അതിൽ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആയ ഗുരുമുഖി കമ്പോസ് ചെയ്ത ആരാണ്? അത് ഗുരു അംഗദാണ് അല്ലെ. ഗുരുമുഖി സ്ക്രിപ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് സെഷനിൽ നമ്മൾ നോക്കിയത് എന്താണ്? സിഖ് മതമായി അല്ലെ, സിഖ് മതമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട എന്താണ് പോയിന്റ്സുകളും മുൻ വർഷങ്ങളിൽ അത് ചോദിച്ചുള്ള പ്രധാനപ്പെട്ട എന്താ ചോദ്യങ്ങളുമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.